മനുഷ്യനിൽ മരിക്കുവോളം തുടിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയതാളമാണ് അല്ലേ? നമ്മുടെ സുഖദുഃഖങ്ങൾ ഹൃദയതാളങ്ങളെ സ്വാധീനിക്കും. നമ്മുടെ അവസാനം വരെ, ജീവിതാവസാനം വരെ തുടിക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് ജീവൻ്റെ ആധാരം. ഈ ആശയത്തെ പ്രതിപാദിക്കുന്നതാണ് ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കരുടെ ഒപ്പം മിടിക്കുന്നത് എന്ന കവിതാഭാഗം. നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് ഒപ്പം മിടിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ മറുമൊഴിയല്ലോ ഹൃദയതാളം, മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം. പാഠം ഒപ്പം മിടിക്കുന്നത്. മടിച്ചു നിൽക്കയോ ഹൃദയമേ, നിന്റെ മിടിപ്പ് കൊണ്ടു നീ മടുത്തു പോകയോ? പറയൂ നീ നിന്റെ പഴയ മാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു പോകയോ? പറയുവാൻ അല്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി. വളരെ നാളായി മിടിക്കുന്നു ഞാനീ പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ. തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ, തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ. തുടിച്ചു ഞാൻ അകം തുടുത്തു വേണ്ട പോൽ, മിടിച്ചു പോന്നതും മറക്കരുത് സർ. കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്നറിയുകില്ല സർ. ശരി ഹൃദയമേ, നിനക്കു നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ. മിടിപ്പുകൾക്കിടയ്ക്കനന്തകാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തൊരുപകാരം മേലിൽ മറക്കുകില്ലെനിക്കൊരേ സുഹൃത്തു നീ. കവി അയ്യപ്പപ്പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠഭാഗമാണ് ഒപ്പം മിടിക്കുന്നതെന്ന കവിത. ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ തൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയാണ് കവി ചെയ്യുന്നത്. കവി തൻ്റെ ഹൃദയത്തോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. പണ്ടത്തെ പോലെ ഹൃദയമിടിപ്പിന് വേഗതയില്ല എന്ന് പരിഭവിക്കുകയാണ് കവി. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഹൃദയത്തോട് നന്ദി പറഞ്ഞ്, നീ എന്താണ് മടിച്ചു നിൽക്കുന്നത്? ഇത്രയും കാലം മിടിച്ചു നിന്നാ നീ മടുത്തു പോയോ? നിന്റെ പഴയ ചൈതന്യ സന്തോഷമൊക്കെ മറന്ന് നീ നിൽക്കുകയാണോ എന്നൊക്കെ കവി ചോദിക്കുന്നുണ്ട്. തൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തോ അപാകത സംഭവിച്ചതായി കവിക്ക് സംശയം തോന്നുന്നു. ഈ സംശയമാണ് ഇത്തരം ചോദ്യങ്ങൾ ഹൃദയത്തോട് ചോദിക്കാൻ കവിയെ പ്രേരിപ്പിച്ചത്. തുടർന്ന് കവിയുടെ ചോദ്യങ്ങൾക്ക് ഹൃദയം മറുപടി നൽകുകയാണ്. വളരെ ബഹുമാനത്തോടെ സർ എന്ന ഹൃദയം സംസാരിച്ചു തുടങ്ങുന്നത്. അല്പം മടിയോടെ ആണെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഹൃദയം കവിയോട് പറയുന്നത്. തൻ്റെ ശരീരമാകുന്ന പഴയ കൂട്ടിൽ അടച്ചിട്ട ഒരു ഇണക്കിളിയെ പോലെയാണ്, വളരെ കാലമായി മിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് കവിയെ ഓർമ്മിപ്പിക്കുകയാണ് ഹൃദയം. ഹൃദയത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനം, അത് അനുഭവിക്കുന്ന ഏകാന്തത എല്ലാമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഹൃദയം അതിൻ്റെ സേവനത്തിൻ്റെ ആഴം, താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് അല്ലേ? കനത്ത ദുഃഖങ്ങൾ ഒരു പേമാരി പോലെ പെയ്തിറങ്ങുമ്പോഴും സന്തോഷത്തിൻ്റെ ഇളങ്കാറ്റ് തലോടി പോകുമ്പോഴും അതിനൊപ്പം തന്നെ തുടിച്ച് താൻ നിന്നിരുന്നു, താൻ കവിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉറ്റ സുഹൃത്ത്, നമ്മുടെ ഏത് ആപത്ഘട്ടത്തിലും സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ഒരു ഉത്തമ സുഹൃത്തിനെ പോലെയാണ് ഹൃദയം കവിയോടൊപ്പം നിന്നത്. ആ പിന്തുണ മറന്നു പോവരുത് എന്ന് ഹൃദയം വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. തുടർന്ന് ഹൃദയം പറയുന്നൊരു മുന്നറിയിപ്പ് എന്താണ്? തൻ്റെ കഴിവിൻ്റെ പരമാവധി മിടിപ്പ് തുടരും. പക്ഷേ യാത്ര പാതി വഴിയിൽ എപ്പോൾ അവസാനിക്കും എന്ന് തനിക്ക് നിശ്ചയമില്ല. ഹൃദയം തനിക്ക് വേണ്ടി ചെയ്ത യഥാർത്ഥ ഉപകാരം താൻ വേണ്ടവിധം മനസ്സിലാക്കിയിരുന്നില്ല എന്ന് കവി സമ്മതിക്കുകയാണ്. ഇനി ഒരിക്കലും ആ ഉപകാരം മറക്കുകയില്ലെന്നും, ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലിനിടയിൽ മനുഷ്യൻ തന്നിലേക്ക് നോക്കാൻ മറന്നു പോകുന്നു, തൻ്റെ ആരോഗ്യത്തിനായിട്ട് ഇല്ലേ? തനിക്കായി ആത്മസേവനം നടത്തുന്ന സുഹൃത്ത് തൻ്റെ ശരീരമാണെന്നുള്ള തിരിച്ചറിവില്ലാതെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ശരിയായ ആരോഗ്യ ചിന്തയാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യ പരിപാലനം, ആ ചിന്തയിലേക്ക്, ആ ഉൾക്കാഴ്ചയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒപ്പം മിടിക്കുന്നത് എന്ന കവിതാഭാഗം. ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.